അങ്ങനെ വളരെ പ്രതീക്ഷയോടെ ജാസ്മിന്റെ ഗബ്രി ഇന്ന് വരുമെന്ന് കരുതി പൂമുഖത്ത് കാത്തിരിപ്പായിരുന്നു. അങ്ങനെ നമ്മുടെ റസ്മിൻ വന്നു, അപ്സര വന്നു, രതീഷ് വന്നു. അപ്പോഴും നമ്മുടെ ഗബ്രി ചേട്ടൻ വന്നില്ല എന്നുള്ളതാണ്. ഗബ്രിക്കാക്ക വന്നില്ല എന്നുള്ളതാണ്. ജാസ്മിന്റെ സ്വന്തം ഗബ്രിക്കാക്ക. അതിന്റെ ഒരു നിരാശയിലായിരുന്നു നമ്മുടെ ജാസ്മിൻ. എന്തൊക്കെയായാലും ഇന്നലെ ചില സംഭവ വികാസങ്ങൾ നടന്നു എന്നുള്ളതാണ് അല്ലേ. എന്തൊക്കെയാണ് ഇന്നലത്തെ എപ്പിസോഡിൽ നടന്നിട്ടുള്ളത് നമുക്കൊന്ന് വിലയിരുത്തി നോക്കാം. എല്ലാറ്റിനും മുമ്പ് നമ്മുടെ പുതിയ ബിഗ് ബോസ് റിവ്യൂ ചാനലിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ ബിഗ് ബോസ് റിവ്യൂവിന് വേണ്ടി മാത്രം തുടങ്ങിയ ചാനലാണ്. അതുകൊണ്ട് തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ 6 95ാമത്തെ എപ്പിസോഡ് അഥവാ 94ാമത്തെ ദിനം. ഇന്ന് രാവിലെ തന്നെ എണീറ്റ് എല്ലാവരും ഡാൻസ് ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന സമയത്തുണ്ട് മുറ്റത്തൊരു കോലം. നമുക്ക് എന്തായാലും കണ്ടോക്കാം. എന്താ ആരിത്? റസ്മിനല്ലേ? പറ്റിയ കോലം കേട്ടോ. ഇങ്ങനൊക്കെ കോലം കെട്ടി തിരിച്ചു വരേണ്ട ഒരു ഗതികേട് അല്ലേ. എന്തായാലും ആരാണ് ഇപ്പൊ തിരിച്ചു വന്നിട്ടുള്ളത്? ജാസ്മിന് ഗബ്രി കഴിഞ്ഞാൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിയാണ് അല്ലെ. എന്തായാലും റസ്മി വന്ന് സ്ഥിതിക്ക് ജാസ്മിൻ ഭയങ്കര സന്തോഷത്തിലായിരിക്കും. ഇനിയിപ്പോ ഇന്ന് മൊത്തം ഇവര് തമ്മിൽ കെട്ടിമറിയൽ കാണാം. എന്തായാലും റസ്മി വരുന്ന സമയത്ത് ജാസ്മിൻ കുളിക്കായിരുന്നു കേട്ടോ. അങ്ങനെ മണിക്കൂറുകളോളം പുള്ളിക്കാർ എന്താക്കുന്നുണ്ട്, ബാത്റൂമിന് പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് ജാസ്മിൻ പുറത്തേക്ക് വരുമ്പോൾ രണ്ടുപേര് കണ്ടുമുട്ടുകയാണ് സുഹൃത്തുക്കളെ. നമുക്ക് എന്തായാലും ആ രംഗം ഒന്ന് കണ്ടു നോക്കാം. എന്തോന്ന് ശ്വാസം വിടലാണേ. ആ മൈക്ക് അടിച്ചു പോകും. എന്തായാലും ജാസ്മിൻ സന്തോഷം കൊണ്ട് അങ്ങ് ദീർഘശ്വാസം വിടാൻ തുടങ്ങി എന്നുള്ളതാണ് അല്ലെ. മാരക ദീർഘശ്വാസം വിടലായി പോയത്. ഇനി ഇതൊക്കെ കഴിഞ്ഞ് രണ്ടാളും കൂടി പോയി ഗാർഡൻ ഏരിയ കുത്തിരുന്ന് സംസാരിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും ആ രംഗം ഒന്ന് കണ്ടോക്കാം. Don't trust anyone. Okay? Don't trust anyone. നിനക്ക് എന്നെ വിശ്വാസമുണ്ടോ? നീ എന്നെ കുഴപ്പിക്കുന്നൊന്നുമില്ല. ഞാൻ നിനക്ക് കോൺഫിഡൻസ്. നിനക്ക് എന്നെ വിശ്വാസമുണ്ടോ? ഇത് എന്തൊലിക്കുമ്പോൾ ചോദ്യമാണ്. ഡോണ്ട് ട്രസ്റ്റ് എനിവൺ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അടുത്ത നിമിഷം തന്നെ ചോദിക്കുകയാണ് നിനക്ക് എന്നെ വിശ്വാസമാണെന്നുള്ളത്. ആരും വിശ്വസിക്കരുതെന്ന് പറഞ്ഞാൽ തന്നെ പിന്നെ നിനക്ക് എന്നെ വിശ്വാസം ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന് പ്രസക്തി ഇല്ല എന്നുള്ളതാണ്. ആരും വിശ്വസിക്കരുത് കേട്ടെ. എന്നിട്ട് തൊട്ടടുത്ത നിമിഷം ചോദിക്കുകയാണ് നിനക്ക് എന്നെ വിശ്വാസമാണെന്നുള്ളത്. എന്താ റസ്മിന് കിളി പോയോ? എന്തായാലും ഇതെല്ലാം കഴിഞ്ഞ് രണ്ടാളും കൂടി നമ്മൾ പീപ്പിൾസ് റൂമിൽ താമരക്കട്ടിൽ കെട്ടി മറിയുന്നുണ്ട്. നമ്മൾ എന്തായാലും ഒന്ന് കണ്ടോക്കാം. എന്റെ മൂക്ക് അടിക്കല്ലേ. തോന്നടേ ഇത് പാവം സന്തോഷം കൊണ്ടായിരിക്കും. ഇത്ര ദിവസമായില്ലേ റസ്മിൻ പോയതിന് ശേഷം ജാസ്മിന് തുടങ്ങിയ സങ്കടമാണ്. ഇപ്പോഴാണ് ആ സങ്കടമൊക്കെ മാറി ജാസ്മിൻ ഒന്ന് സന്തോഷമായത്. അതിന്റെയൊക്കെ ഓരോരോ പ്രകടനങ്ങളാകാം. ഇതിപ്പോ റസ്മിൻ തിരിച്ചു വന്നപ്പോ എങ്ങനെ, ഇനിയിപ്പോ ഗബ്രി തിരിച്ചു വന്ന് എങ്ങനെ ആയിരിക്കും എന്നുള്ളത് കണ്ടറിയാം. സ്നേഹിച്ച് കൊല്ലലായിരിക്കും. അല്ലെങ്കിലും ജാസ്മിനും പണ്ടേ അങ്ങനെയാണല്ലോ. സ്നേഹിച്ചാൽ നക്കിക്കൊല്ലും, ഇല്ലെങ്കിലും ഞെക്കിക്കൊല്ലും. എന്തായാലും മരണം ഉറപ്പാണ്. എന്തായാലും അത് അവിടെ തീരുന്നു. അത് കഴിഞ്ഞ് വീട്ടിലേക്ക് ഏതോ ഒരാൾ വരുന്നുണ്ട്. നമ്മൾ എന്തായാലും ഒന്ന് കണ്ടുവെക്കാം. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അയ്യോ അപ്പു ചേച്ചി അല്ലേ? എല്ലാരും വാ. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പുട്ടു കടലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ എന്റെ ഒരു സ്നേഹത്തിന് നിങ്ങൾ അത് കഴിക്കണം. ഇതിന്റെ കൂടെ ഇഷ്ടല്ലേ പുട്ടു? റിസീന മറുപടി ഉണ്ടല്ലോ, അടിപൊളിയായിക്കണ്. കഴിക്ക ഇഷ്ടന്നൊക്കെ ആരന്തം വിട്ടുള്ള മറുപടി എപ്പിക്കാണ് കേട്ടോ. ഞാൻ 2-3 വട്ടം റിപ്പീറ്റ് അടിച്ച് കണ്ടു എന്നുള്ളതാ. ഞാൻ അങ്ങനെ ആലോചിക്കും ഇത് ആരാപ്പത്? നമ്മളാ സാന്ത്വനം സീരിയൽ ആ ചേച്ചിയല്ലേ ഇത്? നമ്മൾ അപ്സര ചേച്ചിനെ കൂടെ അഭിനയിച്ച ചേച്ചിയാണ്. എന്തായാലും കണ്ടപ്പോ തന്നെ എനിക്ക് കത്തിയത് ഏതോ സീരിയലിലെ പ്രൊമോഷന് വേണ്ടി വന്നാന്നുള്ളത്. പുട്ടും കടലൊക്കെ ആയിട്ട് എന്തായാലും അങ്ങനെ തന്നെ സംഭവിച്ചു എന്നുള്ളതാണ്. സീരിയൽ എന്തൊരു പേരും പറഞ്ഞ് ആ സീരിയലിന്റെ ട്രെയിലറും കാണിച്ച് പുള്ളിക്കാരിങ്ങ് പോയി എന്നുള്ളതാണ്. ഇനി ഇതെല്ലാം കഴിഞ്ഞ് ബിഗ് ബോസ് എല്ലാവർക്കും കൂടി ഒരു ടാസ്ക് കൊടുക്കുന്നുണ്ട്. ഇന്നലത്തെ എപ്പിസോഡ് ധന്യമാക്കിയത് ആ ടാസ്ക് ആണ് കേട്ടോ. നമ്മൾ എന്തായാലും ആ ടാസ്ക് ഒന്ന് കണ്ടോക്കാം. വളരെ അപകടകാരികളായ 2 കൊലയാളികൾ ജയിൽ ചാടി ഈ പരിസരത്ത് എത്തിയിട്ടുണ്ട്. കൊലപാതകം അവർക്കൊരു ഹരമാണ്. പടച്ചനെ കുടുങ്ങിയല്ലോ. അപ്പൊ ബിഗ് ബോസ് വീഡിയോന് കൊലപാതകങ്ങൾ അരങ്ങേറാൻ പോകാണെന്ന് അർത്ഥം. എന്തായാലും ഒരു ഇൻട്രസ്റ്റിംഗ് ടാസ്ക് തന്നെയായിരുന്നു കേട്ടോ. സംഭവം കൊലപാതകമായിട്ട് ഇവർക്കിടയിൽ ഒരാളെ തന്നെയാണ് ബിഗ് ബോസ് തിരഞ്ഞെടുക്കുന്നത്. അതാരാണെന്നുള്ളത് നമുക്കൊന്ന് കണ്ടോക്കാം. അർജുൻ, ജയിൽ ചാടി ഇവിടെ എത്തിയ നിങ്ങളുടെ സഹായി ആരാണെന്ന് നിങ്ങൾ തന്നെയാണ് കണ്ടെത്തേണ്ടത്. നീ ബിഗ് ബോസ് ആണോ എന്ന് ചോദിക്കണം. അതാണ് കോഡ് ഭാഷ. നീ ബിഗ് ബോസ് ആണോ? ഓക്കെ. ഇതെന്ത് ശരിയാത്? അപ്പൊ അതാണ് ജയിൽ ചാടി വന്ന കൊലയാളി എന്ന് പറയുന്നത് ഇവിടെ അർജുനാണ്. ഇവിടെ അർജുന് സഹായമായിട്ട് നിയമിച്ചത് ആരാണ്? ജാസ്മിൻ ആണ് അല്ലെ. അപ്പൊ അവര് തമ്മിലുള്ള കോഡ് ഭാഷ ആണ് നീ ബിഗ് ബോസ് ആണോ അല്ലെ ഞാൻ ബോസ് ബിഗ് ആണെന്നുള്ളത്. അങ്ങനെ അതിന്റെ കൂട്ടത്തിൽ എന്താക്കുന്നുണ്ട്, അർജുൻ ഒരു മൊബൈൽ ഫോണും കൊടുത്തയക്കുന്നുണ്ട്. അതിൽ ബിഗ് ബോസിനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് പറഞ്ഞു കൊടുക്കും ആരെയാണ് കൊല്ലേണ്ടത് എന്നുള്ളത്. അങ്ങനെ ആ കോൾ വരുന്ന സമയത്ത് ആരും കാണാണ്ട് അർജുൻ ആ കോൾ എടുക്കണം. എന്നിട്ട് ആ കോളിൽ ബിഗ് ബോസ് നിർദ്ദേശിക്കുന്ന കാര്യം ചെയ്യണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാണെങ്കിൽ പർട്ടിക്കുലർ വ്യക്തി കൊല്ലപ്പെടുന്നുള്ളതാണ്. ആ ആദ്യത്തെ മിഷൻ എന്താ കൊടുക്കണമെന്ന് നമുക്കൊന്ന് കണ്ടോക്കാം. കൊല്ലപ്പെട്ട അറിയിപ്പ് പിന്നീട് ഞാൻ നൽകുന്നതാണ്. രഹസ്യമായി ശ്രദ്ധയോടെ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.
ഓൾ ദ ബെസ്റ്റ്. അപ്പൊ ആദ്യത്തെ മിഷനാണ് ശ്രീരേഖ ചേച്ചിക്ക് ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കാന്നുള്ളത്. ജാസ്മിനെ കൊണ്ടാണ് അത് ഇടിക്കേണ്ടത്. അങ്ങനെ എന്താക്കുന്നുണ്ട്, ഈ ദൗത്യം അർജുന് ജാസ്മിനെ ഏൽപ്പിക്കുന്നുണ്ട്. എന്തായാലും വളരെ രസകരമായി ശ്രീരേഖ പോലും അറിയാണ്ട് ജാസ്മിനെ മിഷൻ കംപ്ലീറ്റ് ആക്കുന്നുണ്ട്. നമ്മൾ എന്തായാലും ആരെങ്കിലും ഒന്ന് കണ്ടോക്കാം. ഞാൻ റെഡ് മാറ്റി ചേച്ചിയുടെ ഷെയ്ഡ് ഇട്ടെ. ഒരു നല്ല വൃത്തിയായിട്ടൊരു മികച്ച ഇതാണ്. നോക്കട്ടെ അതിനെ. പിന്നെ അറിയുന്നുണ്ട്, അത് ഓരോരുത്തരുടെ pH ലെവൽ അനുസരിച്ച് അറിയാം. ചേച്ചിയുടെ പിന്നെ അറിയുന്നുണ്ട്. അതാണ് ഇട്ട് ചത്ത്. ഇനി നോക്കണ്ട, ശ്രീരേഖ ചേച്ചി ചത്ത്. ഇനിയിപ്പോ ശവടക്കം കാണാം. എന്തായാലും ഇത് വളരെ മികച്ചൊരു ഇതായി പോയി അല്ലേ. ശരിക്കും പറഞ്ഞത് കണ്ടിരിക്കാൻ ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഇങ്ങനെ വ്യത്യസ്ത രീതിയിൽ ഒരുത്തരെ കൊല്ലാന്ന് പറയുന്നത് ഭയങ്കര രസമുള്ള കാര്യമാണ്. എന്തായാലും ബാക്കി കണ്ടോക്കാം. ശ്രദ്ധിക്കുക, ശ്രീരേഖ കൊല്ലപ്പെട്ടിരിക്കുന്നു. അടുത്തത് കൂടെ കൊണ്ടുപോകാൻ ഇത് വീഗാലാൻഡിലേക്ക് ടൂർ പോവല്ല, മരിച്ചു പോവാണ്. എന്നും കൂടി കൊണ്ടുപോകും ചേച്ചി എന്നൊക്കെ. എന്തായാലും ശ്രീരേഖ ചേച്ചി മരിച്ചെന്ന് അറിഞ്ഞപ്പോ ആരോ കൂടെ നിലവിളിച്ചിരിക്കണ്. അത് ഭയങ്കര രസമായിരിക്കും കേട്ടോ. എനിക്ക് തോന്നുന്നു ജാൻമണിയാണെന്ന് തോന്നുന്നു. എന്തായാലും പിന്നീട് ശ്രീരേഖനെ വെള്ള ഡ്രസ്സൊക്കെ പൊതിപ്പിച്ചിട്ട് ശവപ്പറമ്പി കൊണ്ടൊക്കെ എടുത്തുന്നുണ്ട്. അതൊരു എപ്പിക്ക് സീനാണ് മക്കളെ. നമുക്ക് എന്തായാലും ഒന്ന് കണ്ടുനോക്കാം. അതാരുടേതാണ്? കിളിനാഥം പോലുള്ള ഒരു കരിച്ചില് എനിക്ക് ചിരി വന്നതൊന്നല്ല. അർജുൻ എടുക്കേണ്ട സമയത്തുള്ള ശ്രീരേഖന്റെ ആ മോന്താണ്. മുഖം പോലും പൊക്കി വെച്ചിട്ട് അങ്ങോട്ടും കൂടെ അനങ്ങാണ്ട് നിൽക്കുന്ന ഒരു എക്സ്പ്രഷൻ ഉണ്ടല്ലോ, വേറെ ലെവലായിരുന്നു അത്. കുറെ നേരം അത് പോസാക്കി കണ്ട് ചിരിച്ചെന്നുള്ളതാണ്. അങ്ങനെ ശ്രീരേഖൻ എന്താക്കുന്നുണ്ട്, ശവപ്പറമ്പിയും കൊണ്ടേ എടുത്തുന്നുണ്ട്. ഇനി അടുത്ത ആളെ കൊല്ലാനുള്ള മിഷൻ ബിഗ് ബോസ് കൊടുക്കുന്നുണ്ട്. നമ്മൾ എന്തായാലും അതൊന്ന് കണ്ടോക്കാം. അത് ആരാണ് എന്താണെന്നുള്ളതൊന്ന് കണ്ടോക്കാം. ജാസ്മിൻ റസ്മിനെ കൊണ്ട് ലിവിംഗ് റൂമിലെ പ്ലാസ്മ ടിവിയുടെ അടുത്തുള്ള തത്തയുടെ മേൽ തുടിക്കുക. ഓക്കെ ബിഗ് ബോസ് ഡൺ. അതാണ് ദൗത്യം. ഓക്കെ ബിഗ് ബോസ് ഡൺ. സംശയം തോന്നുന്ന രീതിയിൽ ആവശ്യമില്ലാതെ ഈ ഭാഗത്തേക്ക് വരരുത്. മനസ്സിലായല്ലോ? ഇങ്ങനെ കൂടെ കൂടെ വാഷ്റൂമിൽ ഒന്ന് ഫോൺ എടുക്കണ്ടെന്ന് അർത്ഥം. അപ്പൊ അടുത്ത ആളെ കൊല്ലാനുള്ള ദൗത്യാണല്ലേ. ഇതും ജാസ്മിൻ വളരെ ഭംഗിയായി നിർവഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. റസ്മിൻ പോലും അറിയാതെ റസ്മിനെ കൊണ്ട് ആ തത്തനെ തൊടിയിപ്പിക്കുന്നുണ്ട്. അത് ഭയങ്കര രസമാണ് കേട്ടോ. രണ്ടാൾ അടി കൂടുന്ന പോലെ കാണിച്ചിട്ടാണ് തൊടിയിക്കുന്നത്. നമുക്കൊന്ന് കണ്ടോക്കത്. ഈ ഗെയിം പ്രോപ്പർട്ടി ഡാമേജ് ആയിരുന്നു അവളെ. ഇല്ല വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. പ്രോപ്പർട്ടി അതെന്തായാലും പൊളിച്ച്. എന്തായാലും തന്നെ ഏൽപ്പിച്ച ദൗത്യം ജാസ്മിൻ കൃത്യമായിട്ട് നിർവഹിച്ചു എന്നുള്ളതാണ്. നാക്കിൽ അങ്ങ് നിർവഹിച്ചില്ലേ. ഇതെല്ലാം കഴിഞ്ഞിട്ട് രശ്മിൻ മരണപ്പെട്ടതായി ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട്. നമ്മൾ എന്തായാലും അതൊന്ന് കണ്ടോക്കാം. റസ്മിൻ കൊല്ലപ്പെട്ടിരിക്കുന്നു. ആര്? ജാസ്മിൻ. ജാസ്മിനാ. റസ്മിനാ. ചോടാ പാവം, ഒന്നറിയാത്തൊരു കിള്ളക്കുട്ടി ഒക്കെ ചെയ്തു വെച്ചിട്ട് അർജുന ആ പൊട്ടനെ പോലെ ഇരിക്കണണ്ടില്ലേ. റസ്മിൻ അല്ലേ ജാസ്മിനാന്നൊക്കെ. ഒന്നും പറയരുത്. അല്ല അഭിനയം കേട്ടോ. ഇവനാണ് അഭിനയത്തിനുള്ള ഓസ്കാർ കൊടുക്കേണ്ടത്. എന്തായാലും ഇതൊക്കെ കഴിഞ്ഞിട്ട് റസ്മിന് വെള്ളവസ്ത്രം ധരിപ്പിച്ചിട്ട് ശവപ്പറമ്പി കൊണ്ടേ എടുത്തുന്നുണ്ട്. നമ്മൾ എന്തായാലും ആരെങ്കിലും കണ്ടോക്കാം. കണ്ടോ, നിങ്ങൾക്കൊക്കെ പാവം. അങ്ങനെ രശ്മിനും ശ്രീരേഖയും അനാഥപ്രേതങ്ങളായി എന്നുള്ളതാണ്. എന്താ ഒരു അവസ്ഥ അല്ലേ. ഇനിയിപ്പോ പറഞ്ഞൊരു കാര്യമില്ല. എന്തായാലും ഇപ്പൊ ബിഗ് ബോസ് ഹൗസിൽ 2 കൊലകൾ നടന്നില്ലേ. 2 അനാഥ കൊലകളാണ് നടന്നിട്ടുള്ളത്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് അന്വേഷിച്ച് കണ്ടെത്തണമല്ലോ. അങ്ങനെ അന്വേഷിച്ച് കണ്ടെത്താൻ വേണ്ടിയിട്ട് 2 CID-കളെ ബിഗ് ബോസ് നിയമിക്കുന്നുണ്ട്. നമ്മൾ എന്തായാലും അതൊന്ന് കണ്ടോക്കാം. ആ 2 CID-കൾ ഋഷിയും ജിൻഡോയുമാണ്. CID-കൾക്ക് സംശയമുള്ളവരെ ചോദ്യം ചെയ്യാനുള്ള ഓഫീസ് ആക്ടിവിറ്റി ഏരിയയിൽ ഒരുക്കിയിട്ടുണ്ട്. നല്ല 2 ആൾക്കാരാണ് CID ആക്കി വെച്ചിരിക്കുന്നത്. എന്തായാലും 2 CID-കൾ കൊള്ളാം. ദാസനും വിജയനും പോലെ തന്നെ ഉണ്ട്. കറക്റ്റ് നമ്മുടെ ജിൻഡപ്പൻ ദാസനും ഋഷി വിജയനും 2 ആളും പറ്റിയ കൂട്ടാണ്. എന്തായാലും ബാക്കി കണ്ടോക്കാം. ഒരാളിനെ അവർ കണ്ടെത്താണെങ്കിൽ എങ്ങനെ ഉള്ളത് നമുക്കൊന്ന് നോക്കാം. അടുത്തതായി കൊല ചെയ്യേണ്ടത് അഭിഷേകിനെയാണ്. അതിനായി അർജുനോട് പറയുക, അഭിഷേകിനെ കൊണ്ട് ഒരു സ്പൂൺ നിലത്തിട്ട് അത് എടുപ്പിക്കുക. ഓക്കെ, ഇത്തവണ ജാസ്മിനാണ് ബിഗ് ബോസ് വിളിച്ചത്. സിമ്പിൾ അല്ലേ, ഒരു സ്പൂൺ നിലത്തിട്ടിട്ട് എടുക്കാനാണ് പണി. എന്തായാലും ഈ കൃത്യനിർവഹണത്തിന് വേണ്ടി അർജുൻ ചെയ്തെന്താണെന്ന് അറിയോ? ഫ്രിഡ്ജിൽ കുറച്ച് കേക്ക് ഉണ്ടായിരുന്നു. ആ കേക്ക് കുറച്ച് കപ്പിലാക്കിയിട്ട് എല്ലാവർക്കും കഴിക്കാൻ എന്നാണ് എന്താക്കി ഗാർഡൻ ഏരിയയിൽ പോയി നിന്ന് കപ്പിൽ 2 സ്പൂൺ ഇട്ട്. അതിനുശേഷം എന്ത് സംഭവിച്ചെന്നുള്ളത് നമുക്കൊന്ന് കണ്ടോക്കാം. ആ ഫോട്ടോ കാണാൻ സപ്ലൈ ചെയ്ത് ഫുഡ് സപ്ലൈ ചെയ്ത് ഈ ഫോട്ടോ ചലിക്കുന്നുണ്ടല്ലോ, എന്താണ്? ആ ഫോട്ടോ കാണാൻ
ഐഷ് എല്ലാവരുടെ ഗാർഡൻ ഏരിയയിൽ ഇരിക്കുന്ന സമയത്ത് പ്രേതങ്ങൾ ഇങ്ങനെ ചവപ്പറമ്പിൽ ആറാടാണല്ലോ, ഡാൻസ് ഒക്കെ കളിച്ച് ഇങ്ങനെ നടക്കാണ്. പ്രേതങ്ങൾക്ക് വെച്ച നില അല്ലേ, ഇത്രയും നല്ല സുഖ സൗകര്യങ്ങളിൽ ആറാടുന്ന പ്രേതങ്ങൾ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എന്തായാലും കൊള്ളാം, നല്ല പ്രേതാലയവും നല്ല പ്രേതങ്ങളും. ബാക്കി കണ്ടു വെക്കാം. ആൾക്കാരുണ്ട്, രണ്ടാമത്തെ കിടക്കുന്ന വരണം, വന്നിരിക്കണ വരണം. ഇന്ന് സ്പൂൺ എടുത്തിട്ട് മോനെ കത്തിയാണ്. ഇതൊക്കെ തെളിവിന് യൂസ് ചെയ്യാം. നിങ്ങൾ എന്തൊക്കെ ചിന്തിക്കണേ? ഇതൊക്കെ ഇടുന്നതിന് ഒരു ഇന്റൻഷൻ ഉണ്ട്. ഇതൊക്കെ ഞങ്ങള് സാധാരണ എന്റെ ജാഡി ഒരു CID ആയിരുന്നു, ഞാൻ അങ്ങനെ പറഞ്ഞില്ല. ഐഷ് പൂജക്ക് എവിടെയോ കത്തിയ പോലെ ഒരു തോന്നലില്ലേ, ആ സ്പൂൺ നിലത്തിടുന്നതിന് ഒരു ഇന്റൻഷൻ ഉണ്ടെന്നൊക്കെ. മറ്റാള് കോമഡി ആയിട്ട് പറഞ്ഞതാണ്, പക്ഷെ ശരിക്കും ഉണ്ട് എന്നുള്ളതാണ്. എന്തായാലും അഭിഷേകിന്റെ കാര്യത്തിൽ തീരുമാനമായി എന്നുള്ളതാണ്. ഞങ്ങൾ അഭിഷേക് മരണപ്പെട്ടില്ലേ, ബാക്കി കണ്ടോക്കാം. ജാഡി ഒരു CID ആയിരുന്നു, ഞാൻ അങ്ങനെ പറഞ്ഞില്ല. കൊണ്ടുവരെ കൊല്ലാൻ പറ്റും. ബ്ലഡിന്റെ അംശം കാണുന്നുണ്ട്. കേക്കിന്റെ അംശം ബ്ലഡിന്റെ അംശം കാണുന്നുണ്ട്. അത് അടിപൊളി കോമഡി ആയി കേട്ടോ. മറ്റേ ജിന്റെപ്പ സ്പൂൺ എടുത്ത് കഴിഞ്ഞിട്ട് ഇതിൽ ബ്ലഡിന്റെ അംശം കാണുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ അർജുൻ പറഞ്ഞല്ലോ ഇതിൽ ബ്ലഡിന്റെ അംശമല്ല കേക്കിന്റെ അംശം എന്നുള്ളത്. അന്നേരം അഭിഷേകിന്റെ കൗണ്ടർ അത് റെഡ് വെൽവെറ്റ് കേക്കാണ് അവിടെ കൊടുക്കുന്നുള്ളത്. അത് വേറെ ലെവല് കോമഡി ആയിരുന്നു കേട്ടോ. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് 1-2 കൗണ്ടറുകൾ അടിക്കുകയാണ് അഭിഷേകിന് കഴിഞ്ഞിട്ടുള്ളൂ ബാക്കിയുള്ള എല്ലാവരും. അഭിഷേകിന് ചില കൗണ്ടറുകളൊക്കെ വേറെ ലെവലാണ്, ഒന്നും പറയാനില്ല. ബലമാക്കിയാണ്ട് നോക്കാം. ഇതിനെ വിളിച്ചോണ്ട് പോയി അതിനിടയ്ക്ക് ശ്രീതു പ്രേതങ്ങളായിട്ട് പന്ത് കളി. ഇത് എന്ത് പ്രേതങ്ങളാണ് ഇഷ്ടം? മനുഷ്യന്മാരായിട്ടൊക്കെ പന്ത് കളി നടത്തുന്നത്. പ്രേതങ്ങൾക്ക് ഒരു നില വരുന്നുണ്ടേ, അത് കളഞ്ഞു കുളിക്കല്ലേ. അറ്റ്ലീസ്റ്റ് 2 ചോരൊക്കെ കൊടുക്കായിരുന്നു. അവിടെ ചാപ്പറമ്പി കുത്തിരുന്ന് കഴിഞ്ഞിട്ട് പന്ത് കളിക്കാണ് മനുഷ്യന്മാരായിട്ട്. കഷ്ടം കേട്ടോ. ഇങ്ങനെയും ഗതികെട്ട പ്രേതങ്ങൾ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പ്രേതങ്ങളെ വില കളയാനായിട്ട് ഓരോരോ പ്രേതങ്ങൾ. ഇനി ഇതെല്ലാം കഴിഞ്ഞ് CID കാലം എന്താക്കുന്നുണ്ട്, ചോദ്യം ചെയ്യൽ തുടങ്ങുന്നുണ്ട്. അത് കോമഡിയാണ്, നമുക്ക് എന്തായാലും ഒന്ന് കണ്ടുനോക്കാം. എനിക്ക് തല ഇറങ്ങുന്നു, ഞാൻ ചെയ്യാത്ത പ്രശ്നത്തിനാണ് എന്നെ ഇല്ല തല കറങ്ങിക്കോട്ടെ, കുഴപ്പമില്ല. തല കറങ്ങുമ്പോൾ നിങ്ങൾക്ക് ബാക്കോസ് കാണാൻ പറ്റുമോ? തല കറങ്ങില്ലെങ്കിൽ ബാക്കോസ് കാണാൻ പറ്റുമോ? തല കറങ്ങുമ്പോൾ പൂജ അവിടേക്ക് ഇതപ്പാ കാര്യമായിട്ട് മനുഷ്യനൊരു കാര്യം പറയുന്ന സമയത്ത് ഒരുമാതിരി വളിച്ച കോമഡി അറിയരുത് കേട്ടോ. തല കറങ്ങുന്നുണ്ടെന്ന് പറയുമ്പോൾ പിൻഭാഗം കാണാൻ പറ്റുന്നുള്ളത്. കാരണം തല ഇങ്ങനെ കറങ്ങുമ്പോൾ പിൻഭാഗം കാണാമല്ലോ, അതാണ് ഉദ്ദേശിച്ചത്. ഓരോരോ ടൈപ്പ് കോമഡി. അല്ലെങ്കിലേ പൂജന്റെ ഓവർ ആക്ടിങ് കൊണ്ട് ഇത് കണ്ടെടുക്കാൻ പറ്റണില്ല. അതിന്റെ ഇടയിൽ കൂടെ ജിന്റപ്പനെ ചളിയും കൂടെ ആയിട്ട് തീരെ പറ്റണില്ല എന്നുള്ളതാണ്. ബാക്കി കണ്ടോക്കാം. സത്യങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ 4-5 ദിവസം സമയം തരാം. 4-5 ദിവസം സമയം തരാം. പക്ഷെ ഒരു ദിവസം കൊണ്ട് പറഞ്ഞാൽ എന്താ ഗുണം? ഉറങ്ങാം. അതുകൊണ്ട് സത്യം ഒറ്റ ദിവസം ഇന്ന് രാത്രിക്കുള്ളിൽ സത്യം പറഞ്ഞാൽ ഇത് മറ്റേ ചെറിയ കുട്ടികളൊക്കെ തെറ്റ് ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ അമ്മമാര് കുട്ടികളെ പേടിപ്പിക്കല്ലോ. ഇന്ന് രാത്രിക്കുള്ളിൽ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് കിടന്നുറങ്ങാം, ഇല്ലെങ്കിൽ ഈ കിടന്നുറങ്ങൂലെന്നൊക്കെ അതേപോലെ ഉണ്ട് ഇപ്പൊ ഇത്. എന്തായാലും നല്ല രസമുണ്ട് കേട്ടോ ഇവരുടെ ചോദ്യം ചെയ്യല്. എന്തായാലും ബാക്കി കണ്ടോക്കാം. CIDകൾ ഇറങ്ങിയിട്ടും വീണ്ടും ഒരു കൊലപാതകം നടന്നിരിക്കുന്നു. അഭിഷേക് കൊല്ലപ്പെട്ടിരിക്കുന്നു. അഭിഷേകിന് ഇത് കേട്ടിട്ട് ഇതെന്ത് മലരി, ഞാനിപ്പോ മരിച്ചെന്നൊക്കെ. ഇത് CIDകൾക്ക് ആകെ നാണക്കേടാണ് കേട്ടോ. CIDകളുടെ മുന്നിൽ തന്നെ വെച്ചൊരു മരണം നടക്കുക എന്ന് പറയുന്നത് ഇത് വല്ലാത്തൊരു നാണക്കേടായി പോയി. പ്രത്യേകിച്ച് അഭിഷേകിനെ പോലുള്ള ഒരു ചെറുപ്പക്കാരന് മരണപ്പെടാന്ന് പറയുന്നത് എന്താ കഥ അല്ലേ. ബാക്കി കണ്ടോക്കാം. ഇതെങ്ങനെയാണ് സ്റ്റൈലൊക്കെ സഹിക്കുന്നത്? ഒരു ടാസ്ക് കൊടുത്താണെങ്കിൽ എങ്ങനെ അഭിനയിച്ച് കൊളാക്കുക എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് പൂജ. ഇതിപ്പോ സംശയിക്കാത്തൊരു പൂജയിൽ ഓവർ ആക്ടിങ് കണ്ടിട്ട് പൂജയിൽ സംശയിച്ചു എന്നുള്ളതാണ്. അമ്മാതിരി ഓവർ ആക്ടിങ് കാണില്ല. എന്തായാലും ഇതൊക്കെ കഴിഞ്ഞ് CIDകൾ ചോദ്യം ചെയ്യണ തുടരുന്നുണ്ട്. അവസാനം ചോദ്യം ചെയ്ത് അർജുനും ജാസ്മിനും എല്ലാവരും ചോദ്യം ചെയ്യുന്നുണ്ട്. അതിൽ അർജുനും ജാസ്മിനും ചോദ്യം ചെയ്യുന്ന സമയത്ത് രണ്ടാളും നല്ലോണം പരിങ്ങി കളിക്കുന്നുണ്ട് കേട്ടോ. അവസാനം അവർ തന്നെയാണ് കുറ്റവാളികൾ എന്നുള്ളത് അവർ കണ്ടെത്തുന്നുണ്ട്. അങ്ങനെ ആ ടാസ്ക് അവിടെ തീരാണ്. ഉള്ളത് പറയാലോ, അടിപൊളി ടാസ്ക് ആയിരുന്നു, വേറെ ലെവലായിരുന്നു. കണ്ടിരിക്കാൻ ഭയങ്കര രസമായിരുന്നു. അർജുനും ജാസ്മിനും ഒരു സൈഡിൽ നിന്ന് പ്ലാൻ ചെയ്ത് ഓരോരുത്തരെ കൊല്ലുന്നു. അവരെ കണ്ടുപിടിക്കാൻ വേണ്ടി ഋഷിയും ജിൻഡോയും കൂടി മെനക്കെടുന്നു. ഭയങ്കര രസമായിരുന്നു കേട്ടോ. എനിക്ക് പറയാനുള്ളത് 2-3 ദിവസം കൊണ്ട് ഈ ടാസ്ക് വേണമായിരുന്നു. എല്ലാവരും കൊല്ലപ്പെടട്ടെ, ഒരു രസമാണത്. ഒരു ക്രിമിനൽ മൈൻഡ് ആണ് അല്ലേ, എല്ലാവരും കൊല്ലപ്പെടാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. എന്ത് ചെയ്യാനാണ്. എന്തായാലും ആ ടാസ്ക് അവിടെ തീരുന്നു. പിന്നെ നമ്മൾ കാണുന്ന അടുത്ത ആളെ റീ എൻട്രി ആണ്. നമ്മൾ എന്തായാലും അതൊന്ന് കണ്ടോക്കാം. എന്താ പൊതിപ്പിച്ച് കെടുത്തിട്ടൊക്കെ കൊണ്ടിരുന്നത് എന്താല്ലേ? ഇതായിരിക്കില്ലേ പൊതിപ്പിച്ച് കെടുത്തൽ എന്ന് പറയുന്നത്? അല്ല, ഞാൻ അറിയിക്കണതല്ല. ഇവരാരും കാണാതെ എങ്ങനെ അപ്സര ഈ റൂമിനുള്ളിൽ എത്തി എന്നുള്ളതാണ്. അതാണ് എനിക്ക് പിടുത്തം കിട്ടാത്തത്. ഇനി ബിഗ് ബോസിന് വേറെ വല്ല ഊടുവൈകളുണ്ട് ഈ റൂമിലേക്ക് എത്താൻ? ചില പറയാൻ പറ്റില്ല കേട്ടോ. എല്ലാ റൂമിലേക്കും ബിഗ് ബോസ് ഒരു ആക്സസ് കൊടുത്തിട്ടുണ്ടാകും. എന്തായാലും അപ്സര എൻട്രായി. ഇനി ഇതൊക്കെ കഴിഞ്ഞ ഒരു ഗതികെട്ട് എൻട്രി ഉണ്ട് മക്കളെ. നമ്മൾ എന്തായാലും അതൊന്ന് കണ്ടോക്കാം.
വീട്ടുമുറ്റത്തൊക്കെ മാറ്റിനുള്ളിൽ പൊതിപ്പിച്ചൊക്കെ കെടുത്തിക്കണ ഇഷ്ടമാണ്. ഇത്രയും ഗതികെട്ട രണ്ടര ആദ്യമായിട്ടായിരിക്കും ബിഗ് ബോസിൽ. ഒരു പിച്ചക്കാരന്റെ സ്ഥാനമല്ലേ ഇവിടെ താനൊക്കെ ആ മനുഷ്യന് കൊടുക്കണത്. എന്തായാലും വന്നാരെന്ന് മനസ്സിലായല്ലോ, രതീഷ് ചേട്ടനാണ്. നമ്മൾ എന്തായാലും ബാക്കി നോക്കാം. ചവിട്ടി എടാ എന്താ ഗതികെട്ടൻട്രിയാ വെക്കടാ വേടി. രതീഷ് ചേട്ടനെന്ന് കണ്ടപ്പോ ജാസ്മിന് തീരെ അങ്ങ് പിടിച്ചില്ല. എന്നെ ജാസ്മിൻ പറയുന്നുണ്ടല്ലോ രതീഷ് ചേട്ടൻ എന്തിനാ വരുന്നുള്ള രീതിയിൽ. ഞാനും കരുതിയ രതീഷ് ചേട്ടൻ വരില്ല എന്നുള്ളതാണ്. കാരണം മുമ്പ് ഗസ്റ്റ് ആയിട്ട് വന്നു പോയ മനുഷ്യനുണ്ട്, പിന്നെ എന്തിനാ വരുന്നത് എന്നുള്ളത്. പക്ഷെ പുള്ളിക്കാരനെ കൊണ്ടുവന്നു എന്നുള്ളതാണ്. എന്തായാലും വരട്ടെ, എല്ലാരും വരട്ടെ, എല്ലാരും ഒരുമിച്ച് കാണാലോ, അതൊരു രസമാണല്ലോ. ബാക്കി നോക്കാം. മണിക്കുട്ടിക്കൂറുമ്പുള്ളൊരമ്മേരി പൂവാടി പിന്നെ പാട്ട് പഠിപ്പിച്ചതാരടി വായാടി. അതെ, അത് കറക്റ്റാ, വായാടി തന്നെയാണ്. വായാടിന്റെ വായിന്ന് എന്തെങ്കിലും കേൾക്കുന്നതിന് മുമ്പ് അവിടുന്ന് മാറിക്കോ. ആ തുറന്ന പലതും കേൾക്കേണ്ടി വരും. വായാടിന്റെ ഓരോരോ വായ്ത്തരങ്ങളെ. ബാക്കി നോക്കാം. പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. എനിക്ക് പറയാനുള്ളൂ. അവള് ഇന്നലെ പറയണേ ഞാൻ മറ്റേ പെങ്ങളായിട്ട് കരുതി പോയിട്ട് അവസാനം അവള് പറയണം രതീഷ് ചേട്ടൻ വരും എന്തിന്. അതെ, എന്തിന്? അവളങ്ങനെ ചോദിച്ചാലും തെറ്റൊന്നുമില്ല. പിന്നെ ബിഗ് ബോസിൽ വന്നു പോയൊരു മനുഷ്യനല്ലേ. എനിക്കെന്തോ രതീഷ് ഇന്നലെ ഔട്ടായി പോയ പോലെ അല്ലേ, അങ്ങനെ ഒരു എഫക്ട്. പറയുമ്പോ സെക്കൻഡ് വീക്കിൽ പോയ മനുഷ്യനാണ്. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ ഇത്രയൊക്കെയാണ് ഇന്നലത്തെ എപ്പിസോഡിൽ നടന്നിട്ടുള്ളത്. മൊത്തത്തിൽ ഇപ്പൊ എടുത്തു പറയാന് ആ ഒരു ടാസ്കും പിന്നെ 3 ആൾക്കാർ റീ എൻട്രി, അത്ര ഇന്നലത്തെ എപ്പിസോഡിൽ കാര്യമായിട്ട് നടന്നിട്ടുള്ളൂ. പിന്നെ ആ ടാസ്ക് ഉണ്ടായതുകൊണ്ട് അടിപൊളിയായി മാറി എന്നുള്ളതാണ്. എന്തായാലും ഇപ്പൊ അടുത്ത ദിവസം ഗബ്രിന്റെ റീ എൻട്രി ഉണ്ട്, അത് നമുക്ക് എന്തായാലും കാണണല്ലോ. ജാസ്മിൻ ആണെങ്കിൽ ഭയങ്കര നിരാശയിലാണ് ഈ ഗബ്രിനെ കാണാൻ പറ്റാത്തതിന്റെ. എന്തായാലും ഇപ്പൊ അടുത്ത ദിവസം മാറി കിട്ടുന്നുള്ളതാണ്, നമുക്ക് കണ്ടതിനെ മനസ്സിലാക്കാം. എന്തായാലും ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അപ്പൊ അടുത്ത എപ്പിസോഡിൽ അടുത്ത അനാലിസിസുമായി വീണ്ടും കാണാം.